ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ എ ഡോൾസ് ജേർണി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പാഠത്തിലെ ലിറ്റിൽ ഗേളും കാഫ്കയും തമ്മിലുള്ള കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൺവെർസേഷൻ 2 കഥാപാത്രങ്ങളായി നിന്നുകൊണ്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇനാക്ട്സ് ദ റോൾസ് ഓഫ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് കാഫ്ക യൂസിങ് ദ കോൺവെർസേഷൻ പ്രിപ്പയർഡ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ കോൺവെർസേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോൺവെർസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ 2 ആളുകൾ, ഒരാൾ ഗേൾ ഒരാൾ കാഫ്കയായി നിന്നുകൊണ്ട് ആ കോൺവെർസേഷൻ വായിച്ച് ഒരു റോൾ പ്ലേ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time. അതായത് ഈ കുട്ടിക്ക് ഈ പാവ എഴുതിയ കത്തുകൾ ലഭിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവ എഴുതിയത് കാഫ്കയാണ്. പക്ഷേ ഈ കുട്ടി വിശ്വസിക്കുന്നത് പാവയാണ് ഈ കത്തുകളൊക്കെ എഴുതിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ ആ കത്തുകളിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കുട്ടി വളരെ സന്തോഷിച്ചു. ഇത് കുറേ കാലം ഇങ്ങനെ തുടർന്നു പോയി. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. ഷി വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. അപ്പോൾ ഈ കത്തുകൾ വായിച്ചപ്പോൾ ഈ പാവയെ കാണാനുള്ള ആഗ്രഹം കൂടി വന്നു. അങ്ങനെ ഈ പാവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ബട്ട് ദ ഡോൾ ഡിഡ്ന്റ് ടേൺ അപ്പ്. പക്ഷേ ഈ പാവ തിരിച്ചു വന്നില്ല. സോ ഷി ഡിസൈഡഡ് ടു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹെർ ഡയറി. അപ്പോൾ ഈ കുട്ടി തനിക്കുണ്ടായ ആ ഒരു ഫീലിങ്സ് ഒരു ഡയറിയിൽ എഴുതുകയാണെങ്കിൽ ആ ഡയറി എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു ചോദ്യം. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. ആ കുട്ടിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മൈ ഡയറി, അതുപോലെ വലതുവശത്തായിട്ട് ദിവസം, തീയതി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറി എഴുതാം. അപ്പോൾ മൈ ഡയറി, തേഴ്സ്ഡേ 18th ജൂലൈ. ഇനി നമ്മൾ ആ ഡയറിയിൽ പറയുന്ന കാര്യങ്ങൾ, എഴുതിയ കാര്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ടുഡേ ഐ റിസീവ്ഡ് അനദർ ലെറ്റർ ഫ്രം ലെവി. ഇപ്പം ലെവി എന്ന് പറയുന്ന ഈ പാവയുടെ പേരായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ലെവി എഴുതിയ കത്ത് ലഭിച്ചു. ഓ ഹൗ ഐ ചെറിഷ് ദീസ് ലെറ്റേഴ്സ്. അപ്പോൾ എനിക്ക് ഈ ലെറ്റേഴ്സൊക്കെ എന്തുമാത്രം ഇഷ്ടമാണ്. ദേ മേക്ക് മീ ഫീൽ ക്ലോസർ ടു ഹെർ. അപ്പോൾ ഈ കത്ത് വായിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു ഈ പാവയോട്. ഈവൻ ദോ ഷീ ഈസ് ഫാർ അവേ ഓൺ ഹെർ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ അവർ വളരെ ദൂരെ തൻ്റെതായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ പാവ കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്താണെങ്കിലും അപ്പോൾ അവയോടുള്ള ഇഷ്ടം അതിൻ്റെ കത്തുകൾ വായിക്കുമ്പോൾ കൂടി വരികയാണ്. ലെവി ടോൾഡ് മീ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ് ഇൻ എ ഡിസ്റ്റന്റ് ഫോറസ്റ്റ് ആൻഡ് മീറ്റിംഗ് ഫ്രണ്ട്ലി ആനിമൽസ്. അപ്പോൾ ഈ പാവ എഴുതിയ കത്തുകളിൽ ഈ പാവ മരത്തിൻ്റെ മുകളിൽ കയറിയതും കാട്ടിൽ പോയതും അതുപോലെ കാട്ടിൽ വെച്ച് പല മൃഗങ്ങളെ കണ്ടതിനെ പറ്റിയൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് സൗണ്ടഡ് സോ എക്സൈറ്റിംഗ്. അപ്പോൾ അത് വളരെ നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. ബട്ട് ആസ് മച്ച് ആസ് ഐ ലവ് റീഡിങ് അബൌട്ട് ലെവീസ് അഡ്വഞ്ചേഴ്സ് ഐ ക്യാൻ ഹെൽപ്പ് ബട്ട് മിസ് ഹർ ടെറിബിളി. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വല്ലാതെ എൻ്റെ പാവയെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ടു കം ബാക്ക് ബട്ട് ഷീ ഹാസൻ റിട്ടേൺഡ് യെറ്റ്. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ പാവ തിരിച്ചു വന്നിട്ടില്ല. ഐ സിറ്റ് ബൈ ദ വിൻഡോ എവറി ഈവനിങ് ഹോപ്പിംഗ് ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ഹർ വാക്കിംഗ് അപ്പ് ദ പാത്ത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ജനലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും എൻ്റെ പാവ വരുന്നുണ്ടോ എന്ന്. ഐ വണ്ടർ വേർ ലെവി റിയലി ഈസ്. യഥാർത്ഥത്തിൽ എൻ്റെ പാവ എവിടെയായിരിക്കും. ഡസ് ഷി മിസ് മീ ടു. എന്നെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവുമോ ഈ പാവയ്ക്ക്. ഐ വിഷ് ഐ കുഡ് ഹോൾഡ് ഹർ ടൈറ്റ് ആൻഡ് ടെൽ ഹർ ഹൗ മച്ച് ഐ ഹാവ് മിസ്ഡ് ഹർ. അല്ലേ, ഇപ്പോൾ പാവ വന്നു കഴിഞ്ഞാൽ എനിക്കതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിനോട് പറയണം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് കാലമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയണമെന്നുണ്ട്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു തിങ്ക് ദാറ്റ് മേ ബി ഷീ വോണ്ട് കം ബാക്ക്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് ഇനി വരാതിരിക്കുമോ എന്നുള്ള ഒരു പേടിയും എനിക്കുണ്ട്. മേ ബി ഹെർ അഡ്വഞ്ചേഴ്സ് ആർ സോ വണ്ടർഫുൾ ദാറ്റ് ഷീ ഡസൻറ്റ് വാണ്ട് ടു ലീവ്. ചിലപ്പോൾ ഈ ഒരു അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇനി ചിലപ്പോൾ തിരിച്ചു വരുന്നില്ല എന്നൊരു തീരുമാനം പാവ എടുത്തിട്ടുണ്ടോ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യും ഞാൻ. ഐ ഫീൽ എ മിക്സ് ഓഫ് ഹാപ്പിനെസ് ഫ്രം ഹെർ ലെറ്റേഴ്സ് ആൻഡ് സാഡ്നെസ് ഫ്രം ഹെർ ആബ്സെൻസ്. അപ്പോൾ എനിക്ക് ഈ കത്തുകൾ വായിക്കുമ്പോൾ സന്തോഷവും
അതുപോലെ ദുഃഖവും വരാറുണ്ട്. ദുഃഖം എന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ്, ഈ പാവ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ടാണ്. മേ ബി ഐ ഷുഡ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് റിമെമ്പറിങ് ഓൾ ദ ഫൺ ടൈംസ് വി ഹാഡ് ടുഗെദർ. അപ്പോൾ ഇനി ഞാൻ കാത്തിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാറുണ്ട്. ഐ വിൽ കീപ് റൈറ്റിംഗ് ഇൻ മൈ ഡയറി ആൻഡ് ഹോപ്പ് ദാറ്റ് വൺ ഡേ ലെവി വിൽ റിട്ടേൺ. ഏതായാലും ഞാൻ എൻ്റെ ഫീലിങ്സ് ഒക്കെ ഈ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും എല്ലാ ദിവസവും. ഒരു ദിവസം അവൾ തിരിച്ചു വരുമായിരിക്കും. അൻറ്റിൽ ദെൻ, അതുവരെ ഐ വിൽ കീപ് ഹെർ ലെറ്റേഴ്സ് ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് റിമെമ്പർ ഹെർ വിത്ത് ലവ്. ഞാൻ ഈ പാവയെക്കുറിച്ച് എപ്പോഴും ഓർക്കും. ഇതാണ്, ഈ രീതിയിൽ നമുക്ക് ഒരു ഡയറി എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.